ഒരു ബസ്സിൽ ബോംബ് വെച്ചിരിക്കുന്നു. 50 മൈൽ സ്പീഡിന് താഴേക്ക് പോയാൽ ബോംബ് പൊട്ടും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ തിരക്ക് പിടിച്ച റോഡിലൂടെ പാഞ്ഞു പോകേണ്ടി വരുന്ന ഒരു ബസ്സിന്റെ വളരെ ത്രില്ലിംഗ് ആയ ഒരു സിനിമയാണ് സ്പീഡ്. 1994 പുറത്തിറങ്ങിയ അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ സിനിമയായ സ്പീഡ് എന്ന ഈ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ ബിൽഡിംഗിന്റെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരു സെക്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ആരോ നിൽക്കുന്നതായി കണ്ട് അയാൾ സംശയത്തോടെ പതിയെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരാൾ ലിഫ്റ്റിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് സെക്യൂരിറ്റി അയാളോട് പറയുമ്പോൾ ഈ ലിഫ്റ്റിന്റെ കംപ്ലൈന്റ് ശരിയാക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് അയാൾ പറയുകയും എന്നിട്ട് എന്നോടാരും അക്കാര്യം പറഞ്ഞില്ലല്ലോ, നിങ്ങളെ ജോലിക്ക് ഏൽപ്പിച്ചതിന്റെ ഓർഡർ ഒന്ന് കാണിക്കാൻ അവൻ പറയുകയും അങ്ങനെ അയാൾ ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നതിനോടൊപ്പം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ സെക്യൂരിറ്റിയെ കുത്തി അങ്ങ് കൊല്ലുന്നു. പിന്നീട് ആ കമ്പനിയിലെ കുറച്ച് ആളുകൾ അവരുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ നടന്നു വന്ന് അവിടുത്തെ ലിഫ്റ്റിലേക്ക് കയറിയ ശേഷം ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള സ്വിച്ച് അമർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ലിഫ്റ്റ് താഴേക്ക് പൊക്കോണ്ടിരിക്കുന്നു. 42 നിലകളുടെ മുകളിലാണ് ഇപ്പോൾ അവരുള്ളത്. പെട്ടെന്ന് ലിഫ്റ്റിൽ പണിവെച്ചവൻ ഒരു സ്വിച്ച് അമർത്തുകയും ഇതോടെ കേബിളുകളിൽ വെച്ചിരുന്ന ബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ച് ലിഫ്റ്റ് ഒറ്റയടിക്ക് താഴേക്ക് പോവുകയും വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അതിന്റെ എമർജൻസി ബ്രേക്ക് ഓൺ ആവുകയും പെട്ടെന്ന് ലിഫ്റ്റ് പിടിച്ചങ്ങ് നിൽക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അതിനുള്ളിലുള്ളവരെല്ലാം ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. നീ ഏത് സ്വിച്ചാടാ അമർത്തിയെന്നൊക്കെ അതിനുള്ളിലുള്ളവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസായിട്ട് നായകനായ ജാക്കും കൂട്ടുകാരനും എത്തിയിട്ടുണ്ട്. അവർ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആ ബിൽഡിംഗിലേക്ക് കയറി ചെല്ലുകയാണ്. ആളുകളാണെങ്കിൽ ഇപ്പോഴും ലിഫ്റ്റിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അവരെ രക്ഷിക്കാനുള്ള പോലീസുകാരെല്ലാം അവിടെ സജ്ജമായി നിൽക്കുകയാണ്. അവർക്ക് വേണ്ട അറിയിപ്പെല്ലാം ക്യാപ്റ്റൻ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ എക്സ്പ്രസ് ലിഫ്റ്റിൽ 13 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ബോംബ് വെച്ച ഒരുത്തൻ കേബിളുകളെല്ലാം തകർത്തു കഴിഞ്ഞു. ഇപ്പോ എമർജൻസി ബ്രേക്കിലാണ് ആ ലിഫ്റ്റ് പിടിച്ചു നിൽക്കുന്നത്. ആ ബോംബർക്ക് $3 മില്യൺ കൊടുത്തില്ലെങ്കിൽ എമർജൻസി ബ്രേക്കുകളും കൂടി അവൻ തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റുള്ളൂ. അവരെ പുറത്തെത്തിക്കാൻ ആകെയുള്ള മാർഗം ഡോർ വഴിയാണ്. ഡോർ തുറന്നാൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ ഡോറിലും അവൻ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ 1 മണിക്കൂർ സമയം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്നൊക്കെ അയാൾ പറയുമ്പോൾ അപ്പോൾ ഇനി ആകെ 23 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളെന്ന് അവർ പറയുന്നു. എങ്ങനെയെങ്കിലും ഉടനെ എല്ലാവരെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഹാരിയും ജാക്കും പോയി ബോംബിന്റെ കാര്യം പരിശോധിക്കാൻ പറഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോകുന്നു. അങ്ങനെ ജാക്കും കൂട്ടുകാരനായ ഹാരിയും കൂടി ലിഫ്റ്റ് കുടുങ്ങി നിൽക്കുന്ന 32ാമത്തെ നിലയിലേക്ക് കയറി ചെന്ന് അവിടുത്തെ ലിഫ്റ്റിന്റെ ആക്സസ് പാനൽ കണ്ടെത്തിയ ശേഷം അത് അവർ തുറന്നു മാറ്റുകയും താഴെ കുടുങ്ങി നിൽക്കുന്ന ലിഫ്റ്റ് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അതുവഴി നേരെ താഴെയുള്ള ലിഫ്റ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ലിഫ്റ്റിലുള്ളവർക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ലിഫ്റ്റിൽ നിൽക്കുന്ന ബോംബ് വെച്ചവനും ആരൊക്കെയോ ആളുകൾ നിൽക്കുന്ന ആ ലിഫ്റ്റിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ലിഫ്റ്റിലെത്തുന്ന ജാക്ക് നോക്കുമ്പോൾ അതിൽ വയറിംഗ് എല്ലാം ഫിക്സ് ചെയ്ത് എമർജൻസി ബ്രേക്കിലൊക്കെ ബോംബ് ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ രീതിയൊക്കെ കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കുറച്ച് കൺഫ്യൂഷനിൽ ഇരിക്കുകയും എന്തായാലും ബോംബ് വെച്ചവൻ ഒരു പുലിയാണ്, അവൻ ഇതിൽ നല്ല എക്സ്പെർട്ട് ആണെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയം കഴിയുവാണ്, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ജാക്ക് നേരെ അവിടെ നിന്ന് ലിഫ്റ്റിന്റെ മുകളിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ സംസാരിക്കുന്നതെല്ലാം ബോംബ് വെച്ച ആളിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ വയർലെസ് മുഴുവൻ അയാൾ ഹാക്ക് ചെയ്തെടുത്തിരിക്കുന്നു. എടാ, ഇതിലിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും ആ ബോംബർ ഇത് തകർക്കും, ഇനി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും ഹാരിയും അവനോടൊപ്പം ചെല്ലുകയും ചെയ്യുന്നു. പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ആരൊക്കെയാണ് വന്നതെന്നും മനസ്സിലാവാതെ ലിഫ്റ്റിലുള്ളവർ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ജാക്ക് നേരെ ആ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലെ റൂഫിലെത്തുകയും അവിടെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ മുകളിലൊരു ക്രെയിൻ ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാൻ തേടിയതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ ആ ക്രെയിൻ ഇരിക്കുന്ന ഏറ്റവും മുകളിലേക്ക് കയറുകയും ശേഷം അവിടെ നിന്ന് നേരെ ഓടി ക്രെയിനിനടുത്ത് ചെന്ന് അതിലെ വള്ളി താഴെ നിൽക്കുന്ന ഹാരിയുടെ കയ്യിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് അത് നേരെ ലിഫ്റ്റുള്ള സ്ഥലത്തേക്ക് ഇറക്കുന്നു. ലിഫ്റ്റ് ആ ക്രെയിനിൽ കെട്ടി നിർത്താനാണ് അവർ നോക്കുന്നത്. അങ്ങനെ അവർ ക്രെയിനിന്റെ കൊളുത്ത് നേരെ വളരെ പാടുപെട്ട് ലിഫ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ബോംബ് വെച്ച കുടുങ്ങിക്കിടക്കുന്ന ആ ലിഫ്റ്റിലേക്ക് അവർ അത് ഘടിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം ഹാരി ജാക്കിനെ മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിഫ്റ്റിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്നും ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന ബോംബർ പിന്നെ ഒന്നും ചിന്തിക്കാതെ എന്നോട് കളിക്കാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബോംബിന്റെ സ്വിച്ച് അമർത്തുകയും ഇതോടെ എമർജൻസി ബ്രേക്കിലുണ്ടായിരുന്ന എല്ലാ ബോംബുകളും പൊട്ടിത്തെറിച്ച് ആ ലിഫ്റ്റ് വളരെ വേഗത്തിൽ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു. എന്നാൽ താഴേക്ക് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ക്രെയിനിലെ വള്ളി വലിഞ്ഞ് ലിഫ്റ്റ് പിടിച്ചങ്ങ് നിൽക്കുകയും എന്നാൽ അതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ ക്രെയിൻ ഒടിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ജാക്കും ഹാരിയും അവിടെ നിന്ന് നേരെ ഓടുകയും ലിഫ്റ്റ് പോയ വഴിയിലേക്ക് ചെല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും വെയിറ്റ് താങ്ങാൻ കഴിയാതെ ക്രെയിൻ ഇളവുകയും എല്ലാം കൂടി പൊളിച്ച് മുന്നോട്ട് പോകുന്നതോടെ ലിഫ്റ്റ് താഴേക്ക് പോകുമെങ്കിലും ക്രെയിൻ ഒരിടത്ത് തട്ടി കുടുങ്ങിക്കിടക്കുന്നു. ആരെങ്കിലും അതൊന്ന് തുറക്കണേന്നൊക്കെ പറഞ്ഞ് ലിഫ്റ്റിലുള്ളവർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ആക്സസ് പാനലിൽ എത്തുന്ന ജാക്ക് അത് തുറക്കുമെങ്കിലും ആളുകൾ കുറച്ച് മുകളിലാണ്. അതിന്റെ ഇടയിലൂടെ ആരെയും ഇറക്കാൻ അവന് കഴിയുന്നില്ല. അപ്പോഴേക്കും ക്രെയിൻ പതിയെ പതിയെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ലിഫ്റ്റ് താഴേക്ക് വരുന്നതോടെ അവർ ഒരുവിധം ഓരോ ആളുകളെ വലിച്ചെടുക്കുകയും അപ്പോഴേക്കും
അപ്പോഴേക്കും കൂടുതൽ ഫോഴ്സ് അവിടേക്ക് വന്ന് അവരെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ക്രെയിൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തുനിന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് വീഴുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ആളുകളെ അവർ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് വീണ്ടും ക്രെയിൻ താഴോട്ട് പോവുകയും 3 പേർ ഒന്നും പറ്റാതെ കുടുങ്ങിക്കിടക്കുമെങ്കിലും അവർ ഒരുവിധം എങ്ങനെയെങ്കിലും താഴെയുള്ളവരെ കൂടി മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. അവസാനമുള്ള ഒരു സ്ത്രീയോട് കയറി വരാൻ പറയുമ്പോൾ ഇല്ല എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും മരിക്കും, കൈ തരാൻ പറഞ്ഞുകൊണ്ട് അവൻ വിളിക്കുകയും അങ്ങനെ അവർ ഓടി വന്ന് കൈ കൊടുക്കുന്നതോടെ അവർ വലിച്ചു കയറ്റുമ്പോഴേക്കും ക്രെയിൻ പൊട്ടി വീണ് ലിഫ്റ്റ് പൂർണ്ണമായി താഴോട്ട് പോവുകയും നേരെ ഏറ്റവും അടിയിൽ ചെന്ന് ചെതറുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ആശ്വാസത്തിൽ അവിടെ ഇരുന്ന് ജാക്കും ഹാരിയും സംസാരിക്കുന്നു. നമുക്ക് 3 മിനിറ്റ് കൂടി ബാക്കിയുണ്ടായിരുന്നു, എന്നിട്ടും നേരത്തെയാണ് അവൻ ബോംബ് പൊട്ടിച്ചത്. ഇനി നമ്മൾ വല്ലതും ചെയ്യാൻ പോകുന്നതെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ സംശയം തോന്നി ജാക്ക് ചാടി എഴുന്നേൽക്കുകയും നീ പറഞ്ഞത് ശരിയാണ്, നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നു അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവൻ ഈ ബിൽഡിംഗിൽ തന്നെയുണ്ട്. ഓടെ ബോംബ് വെച്ചാൻ എന്തായാലും ഈ ബിൽഡിംഗിൽ തന്നെ നിൽക്കാനൊന്നും പോകുന്നില്ല, അവനിപ്പോ നാട് വിട്ടിട്ടുണ്ടാവുമെന്നൊക്കെ ഹാരി പറയുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണമെന്നായിരിക്കും അവന്റെ ഉദ്ദേശം. എനിക്ക് ഉറപ്പാണ് അവൻ ഈ ബിൽഡിംഗിൽ തന്നെയുണ്ട്. അതെങ്ങനെ, ഈ ബിൽഡിംഗിലുള്ളവരെ മൊത്തം നമ്മൾ ഒഴിപ്പിച്ചില്ലേ, ഇനി ആരും ബാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മളുടെ കണ്ണിൽ പെടാതെ അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന ലിഫ്റ്റിൽ ഒളിക്കാനേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് അവർ നേരെ ഗുഡ്സ് ലിഫ്റ്റിലേക്ക് ചെല്ലുകയും അതിന്റെ വാതിൽ കുത്തി തുറന്ന് നോക്കുമ്പോൾ ലിഫ്റ്റ് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്. അവൻ ഇതിനുള്ളിൽ തന്നെ കാണുമെന്ന് പറഞ്ഞ് അവർ നേരെ വള്ളിയിൽ തൂങ്ങി ആ ലിഫ്റ്റിലേക്ക് ഇറങ്ങുകയും അതിന്റെ മുകളിലേക്ക് രണ്ടുപേരും എത്തിയ ശേഷം മുകളിലെ ഡോറിന്റെ അടുത്ത് ചെന്ന് അവർ രണ്ടുപേരും തയ്യാറായി നൈസിന് അത് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ താഴെ നിന്ന് പറ വെടിവെക്കാൻ തുടങ്ങും. മുകളിലേക്ക് നോക്കി വെടിവെക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പെട്ടെന്ന് റൂഫിലെ ഡോർ പൊളിഞ്ഞ് ഹാരി ഉള്ളിലേക്ക് വീഴുകയും ഇതോടെ അയാൾ ജാക്കിന്റെ നേർക്ക് തിരിയുമെങ്കിലും അവൻ ഒളിച്ചു നിൽക്കുകയാണ്. ഹാരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതോടെ മുകളിൽ നിൽക്കുന്നവന് പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അയാൾ ലിഫ്റ്റ് ഏറ്റവും മുകളിലേക്ക് വിടുകയും ഇതോടെ ജാക്കിനെയും കൊണ്ട് ലിഫ്റ്റ് മുകളിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യും. ഏറ്റവും മുകളിലെത്തിയാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുമെന്നറിയാതെ ജാക്ക് നിൽക്കുകയാണ്. എന്നാൽ റൂഫിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ജാക്ക് ഉള്ളിലേക്കങ്ങ് എടുത്തു ചാടുകയും നിന്നെ എനിക്ക് ആവശ്യമില്ല, ഇവനെ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ജാക്കിനെ വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഉണ്ടയില്ല. ഇതോടെ അവൻ തോക്ക് പിടിച്ചു മേടിക്കുമെങ്കിലും അപ്പോഴേക്കും അയാൾ ഹാരിയെ പിടിച്ചു വെച്ച് ഒരു റിമോട്ട് എടുക്കുകയും ഈ ബിൽഡിംഗ് മൊത്തം തകർക്കാനുള്ള ഡൈനാമൈറ്റ് എന്റെ ദേഹത്തുണ്ട്, നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഈ സാധനം പൊട്ടിത്തെറിക്കും, നീയോ ഞാനോ ആരും പിന്നെ ഇവിടെ കാണത്തില്ലെന്നൊക്കെ അയാൾ പറയുകയും ശേഷം അയാൾ താഴെയുള്ള നിലയിലേക്ക് പോകാൻ സ്വിച്ച് അമർത്തുകയും ചെയ്യും. ഈ സമയം ക്യാപ്റ്റനും കൂട്ടരും എവിടെയാണ് വെടിവെപ്പ് നടന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഗുഡ്സ് ലിഫ്റ്റ് നീങ്ങുന്നതായി അവർ കാണുകയും നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യും. അപ്പോഴേക്കും താഴെ എത്തുന്ന ലിഫ്റ്റിൽ നിന്ന് ബോംബർ ഹാരിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ജാക്കിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ജാക്ക് ഹാരിയെ വെടിവെക്കുകയും ഇതോടെ അയാൾ അവന്റെ പിടുത്തം വിടുകയും ചെയ്യുന്നു. ഇനി നീ ഇറങ്ങി പോകരുതെന്നൊക്കെ അവൻ പറയുമെങ്കിലും അയാളൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് ഡോറ് തുറന്ന് പിന്നിലേക്ക് അങ്ങ് ഇറങ്ങി പോകുന്നു. ജാക്ക് അയാളുടെ പിറകെ ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും വലിയ ഒരു പൊട്ടിത്തെറി നടക്കുകയും എല്ലാം കൂടെ ചിന്നി ചെതറുകയും ചെയ്യുന്നു. ഇതോടെ അയാൾ മരിച്ചുവെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. പിന്നീട് പോലീസുകാരുടെ ഒരു ആദരിക്കൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നീ എന്നെ വെടിവെച്ച് കളഞ്ഞല്ലോടാന്നൊക്കെ ഹാരി ജാക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിസാഹസികമായി 13 പേരുടെ ജീവൻ രക്ഷിച്ചതിന് ഈ 2 പോലീസുകാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അവരെ നമ്മൾ ആദരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഹാരിയെയും ജാക്കിനെയും ഒക്കെ വിളിച്ച് അവിടെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരെ ആദരിക്കുന്നതൊക്കെ ടിവിയിലൂടെ മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിക്കുന്ന ആ ബോംബ് വെച്ച ബോംബർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളടാന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ജാക്കും കൂട്ടുകാരും പോലീസുകാരും എല്ലാം അംഗീകാരം കിട്ടിയതിന്റെ പാർട്ടി ആഘോഷിക്കുകയാണ്. എന്തായാലും നമ്മൾ പൊരുതിയത് ഒരു മുഴു സൈക്കോയോടായിരുന്നു, അവൻ എന്തായാലും ചത്തത് നന്നായി, അല്ലെങ്കിൽ അവൻ ഇനി നമ്മക്കിട്ട് പണി തന്നേനെന്നൊക്കെ ഹാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജാക്ക് ഒരു കടയിൽ നിൽക്കുന്നതിനിടെ ഒരു ബസ് ഡ്രൈവർ അവിടേക്ക് കയറി വരികയും ഇന്നലെ നിന്നെ ടിവി കണ്ടിരുന്നല്ലോ, നീ എന്തായാലും കലക്കി കളഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ സമയമായെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയും നേരെ നടന്നു ചെന്ന് പുറത്തുള്ള തന്റെ ബസ്സിലേക്ക് കയറുകയും ചെയ്യുന്നു. ജാക്കും നേരെ വന്ന് തന്റെ വണ്ടിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അയാൾ പോയ ബസ് പൊട്ടി അങ്ങ് തെറിക്കുന്നു. ഇത് കാണുന്ന ജാക്ക് ആകെ ഞെട്ടിക്കൊണ്ട് അവിടേക്ക് ഓടി ചെല്ലുകയാണ്. ബസ്സാണെങ്കിൽ മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നു. അവന് അതിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ നോക്കുമ്പോൾ അവിടുത്തെ പബ്ലിക് ടെലിഫോണിൽ കോള് വരുന്നതായി കേൾക്കുകയും അവൻ അതിന്റെ അടുത്തേക്ക് ചെന്ന് നൈസിന് അത് എടുത്തു നോക്കുമ്പോൾ മരിച്ചെന്ന് കരുതിയ ബോംബറാണ് സംസാരിക്കുന്നത്. അയാൾ ആ ബസ് കത്തിയതിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാൻ അത്ര പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുമെന്നാണോ നീ കരുതിയത്? ആ ലിഫ്റ്റിൽ ബോംബ് വെച്ച പദ്ധതി തയ്യാറാക്കാൻ 2 വർഷമാണ് എനിക്ക് പ്ലാൻ ചെയ്യേണ്ടി വന്നത്. അത്രയും പാടുപെട്ട് ചെയ്ത ആ പദ്ധതിയാണ് നീ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. എന്നിട്ട് നിനക്കങ്ങനെ വെറുതെ അങ്ങ് പോകാനൊന്നും കഴിയില്ല. ഇനി എന്തായാലും എനിക്ക് ആ പണം കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പൊ നീ കണ്ടത് വെറുമൊരു ടെസ്റ്റ് ഡോസ് മാത്രം. ആ ബസ്സിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ സിറ്റിയിൽ വേറൊരു ബസ് ഉണ്ട്, അതിലും ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. ആ ബസ്സിൽ ഒരുപാട് ആളുകളും ഉണ്ട്. ഇതുവരെ അത് അവിടുന്ന് എടുത്തിട്ടില്ല. ആ ബസ് പുറപ്പെട്ട് 50 മൈൽ
സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ ബോംബ് ആക്റ്റീവ് ആവും. പിന്നെ എപ്പോഴാണോ 50 താഴേക്ക് ആ ബസ് വരുന്നത് ആ നിമിഷം ബസ് പൊട്ടിത്തെറിക്കും. നിനക്ക് പറ്റുമെങ്കിൽ അവരെ രക്ഷിക്കാൻ നോക്ക്. ഇന്ന് 11 മണിക്ക് മുമ്പ് എനിക്ക് എന്റെ പണം കിട്ടിയാൽ ഞാൻ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യും എന്ന് അയാൾ പറയുന്നു. ജാക്ക് നോക്കുമ്പോൾ ഇപ്പോൾ 8 മണി ആയിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പണം കിട്ടുന്നതിന് മുമ്പെങ്ങാനും നീ എങ്ങനെയെങ്കിലും ആ ബസ്സിൽ നിന്ന് ആളിനെ എങ്ങനെ ഇറക്കാൻ ശ്രമിച്ചാൽ ആ നിമിഷം ഞാൻ ആ ബോംബ് പൊട്ടിക്കും. അതുകൊണ്ട് ഉടായ്പൊന്നും കാണിക്കാതെ ഞാൻ പറഞ്ഞ പണം സെറ്റ് ചെയ്യാൻ നോക്കാൻ അയാൾ പറയുമ്പോൾ നീ ഏത് ബസ്സിലാണ് ആ ബോംബ് വെച്ചേക്കുന്നതെന്ന് അവൻ ചോദിക്കുകയും ടൗണിൽ നിന്ന് 8:10 പുറപ്പെടുന്ന 25 നമ്പറുള്ള ബസ്സിലാണെന്ന് അയാൾ പറയുകയും ഇതോടെ അവൻ അവിടെ നിന്ന് ഓടി നേരെ വണ്ടിയെടുത്ത് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വിടുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ അവൻ ബ്ലോക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ കയറി ആ ബസ്സിനെ തേടി പാഞ്ഞ് പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ ബസ്സാണെങ്കിൽ ടൗണിൽ നിന്ന് പുറപ്പെടുകയും പെട്ടെന്ന് നായികയായ പെൺകുട്ടി ആള് കയറാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി അവിടേക്ക് വരികയും വണ്ടിയിലേക്ക് ചാടി കയറിയ ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ ബസ് നേരെ അവിടെ നിന്ന് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. അതിലുള്ള യാത്രക്കാരെല്ലാം ഒന്നും അറിയാതെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയം ആനിയുടെ അടുത്തിരുന്നവൻ ഞാൻ ലോസ് ആഞ്ചലസിൽ ആദ്യമായിട്ടാണെന്നും ടൂറിസ്റ്റ് ആയിട്ടാണ് വന്നതെന്നും ഒക്കെ പറഞ്ഞ് അവളോട് ഓരോ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങുകയും അയാളെ കൊണ്ട് ശല്യമാകുന്നതോടെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരിക്കുകയും ചെയ്യും. ഈ സമയം ബസ് ആണെങ്കിൽ 50 മൈൽ സ്പീഡിൽ എത്താറായിരിക്കുകയാണ്. ജാക്ക് ആണെങ്കിൽ വണ്ടികളുടെയൊക്കെ ഇടയിലൂടെ വളരെ വേഗത്തിൽ പാഞ്ഞു കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം ബസ്സിൽ പൊക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ നോക്കുമ്പോൾ ഫ്രണ്ടിൽ മുഴുവൻ ആകെ ബ്ലോക്കാണ്. അവർ ആ ബ്ലോക്കിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും സാം പിറകെ പാഞ്ഞു വന്ന് അതേ ബ്ലോക്കിന്റെ അടുത്ത് വലതുവശത്തേക്ക് കയറുകയും പെട്ടെന്ന് ആ ബ്ലോക്കിൽ ഈ ബസ് നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ട് അവൻ അവിടേക്ക് വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങി ഓടി അതിന്റെ അടുത്തേക്ക് ചെല്ലുമെങ്കിലും അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ അവൻ കൂടെ ഓടിച്ചെന്ന് ബസ് നിർത്താനൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയും ഇത് സ്റ്റോപ്പല്ല, ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്നൊക്കെ ഡ്രൈവർ പറഞ്ഞുകൊണ്ട് വണ്ടി വിടുകയും ചെയ്യുന്നു. ഇതോടെ ഭ്രാന്ത് പിടിക്കുന്ന അവൻ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും അതുവഴി വന്ന ഒരുത്തനോട് പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ സമ്മതിക്കാത്തത് കൊണ്ട് ജാക്ക് തോക്ക് ചൂണ്ടുകയും അവനെ അപ്പുറത്തോട്ട് മാറ്റി ഇരുത്തിയ ശേഷം കാറിൽ കയറിയിരുന്ന് അവൻ ആ ബസിന്റെ പിറകെ ചാവിട്ടി വിടുകയും ചെയ്യും. ഈ സമയം ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ് 50 മൈൽ സ്പീഡിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ക് ആണെങ്കിൽ എല്ലാ വണ്ടികളുടെയും ഇടയിലൂടെ വളരെ വേഗത്തിൽ ചാവിട്ടി വിട്ട് പൊക്കോണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരുവിധം പാഞ്ഞ് എല്ലാത്തിന്റെയും ഇടയിലൂടെ കയറി അവൻ ആ ബസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്നാൽ മുന്നിലൊക്കെ വണ്ടിയുള്ളത് കൊണ്ട് അവന് ഫ്രണ്ടിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരുവിധം അവൻ അതിന്റെ അടുത്തേക്ക് എത്തുകയും നേരത്തെ വണ്ടിയുടെ പിറകെ ഓടിയവൻ ദാ വരുന്നു എന്നൊക്കെ യാത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ആ ബസ് 50 മൈൽ സ്പീഡിലേക്ക് കയറുകയും ഇതോടെ ബോംബ് ആക്റ്റീവ് ആവുകയും ചെയ്യും. ജാക്ക് ഉടൻ തന്നെ ഡ്രൈവറിന്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ പോലീസാണെന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ പോലീസിന്റെ ബാഡ്ജ് എടുത്ത് കാണിക്കുകയും നിങ്ങളുടെ ബസ്സിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഇതോടെ ജാക്ക് കാറിൽ നിന്നൊരു പേപ്പർ എടുത്ത് ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇതിൽ എഴുതാൻ കൂടെ ഇരിക്കുന്നവനോട് പറയുകയും ശേഷം അവൻ വണ്ടി നേരെ ചവിട്ടി ബസ്സിന്റെ മുന്നിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് എഴുതിയിട്ട് അവൻ അത് പൊക്കി കാണിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവൻ മറിഞ്ഞു വീഴാൻ പോവുകയും ഇതോടെ പേപ്പർ പറന്നു ചെന്ന് ബസ്സിലിരിക്കുകയും ഇത് ഡ്രൈവർ കാണുകയും ചെയ്യുന്നു. പേടിച്ചു പോകുന്ന അയാൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുകയും അയാൾ സ്പീഡ് കുറയ്ക്കുന്നുണ്ടെന്ന് തന്റെ സ്പീഡോമീറ്ററിൽ നിന്ന് മനസ്സിലാക്കുന്ന ജാക്ക് സ്ലോ ആക്കല്ലേ, സ്പീഡ് കൂട്ടിക്കോന്നൊക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ അയാൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല. ഇതോടെ അവൻ വണ്ടി മാറ്റി കൊടുക്കുകയും ബസ്സിന്റെ അടുത്തേക്ക് ചെന്ന ശേഷം ഡോർ തുറക്കാൻ വിളിച്ചു പറയുന്നതോടെ അയാൾ ഡോർ തുറക്കുകയും 50 മൈൽ സ്പീഡിന് മുകളിൽ നിന്ന് പോയേ പറ്റുള്ളൂ എന്നൊക്കെ ഡ്രൈവറിനോട് പറയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് യാത്രക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടൻ ജാക്ക് തന്റെ ഫോൺ എടുത്തിട്ട് ഹാരിയെ വിളിക്കുകയും നമ്മുടെ ആ ബോംബർ ജീവനോടെ ഉണ്ടെന്ന് അവനോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടി നിൽക്കുമ്പോഴേക്കും ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് നിന്റെയൊക്കെ ആ മരിച്ച ബോംബർ വീണ്ടും ഒരു ബസ്സിൽ ബോംബ് വെച്ചിട്ട് $3 മില്യൺ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ശേഷം ജാക്ക് ഈ ലൈനിൽ തന്നെ നിർത്തി ഓടിക്കണമെന്ന് ഡ്രൈവറോട് പറയുകയും ഞാൻ ആ ബസ്സിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ ശേഷം അവൻ വണ്ടി മുന്നോട്ട് കയറ്റിവിട്ട് തന്റെ ഡോറങ്ങ് തുറന്നിടുകയും ബ്രേക്ക് ഒറ്റ ചവിട്ട് ചവിട്ടുന്നതോടെ ബസ് അതങ്ങ് ഇടിച്ചു പൊളിക്കുകയും ചെയ്യുന്നു. ശേഷം ഡോറില്ലാത്ത ആ കാറിൽ നിന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും കറക്റ്റ് ബസ്സിന്റെ അടുത്തേക്ക് കയറി നിന്ന ശേഷം അതിലേക്ക് എടുത്തങ്ങ് ചാടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റവന് കറക്റ്റ് സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റാതെ വരികയും കാർ നേരെ ചെന്ന് ഒരിടത്ത് ഇടിച്ചങ്ങ് തകർന്ന് തരിപ്പണമാവുകയും ചെയ്യും. എന്നാൽ ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ജാക്ക് ഒരുവിധം പിടിച്ച് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആനി എഴുന്നേറ്റ് താൻ എന്തൊക്കെ വട്ടായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയും ഞാൻ പോലീസാണെന്നും ഈ ബസ്സിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്നും നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്നും ഒക്കെ പറയുന്നു. പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ഒരുത്തൻ തോക്ക് എടുത്തുകൊണ്ട് നീ എന്നെ പിടിക്കാനല്ലേടാ വന്നതെന്നൊക്കെ പറഞ്ഞ് ജാക്കിന് നേർക്ക് തോക്ക് ചൂണ്ടി പ്രശ്നമായി നിൽക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ നീ ആരാണെന്നോ നീ എന്താണ് കുറ്റം ചെയ്തതെന്നോ ഒന്നും എനിക്കറിയില്ല, ഞാൻ നിന്നെ തേടിയല്ല വന്നത് എന്നൊക്കെ ജാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഇരുന്ന ഒരാൾ ആ ക്രിമിനലിന്റെ നേർക്ക് ചാടി വീഴുകയും പിടിവലി കൂടുന്നതിനിടെ തോക്ക് പൊട്ടി ഡ്രൈവറിന് വെടികൊള്ളുകയും ആകെ വിഷയമായി വണ്ടിയുടെ നിയന്ത്രണമൊക്കെ വിട്ട് പോകുന്നത് കണ്ട് ആനി ഓടി വന്ന് സ്റ്റിയറിംഗിൽ പിടിക്കുകയും ഒരുവിധം ബസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നതിനിടെ ജാക്ക് അവനെ അടിച്ച് പഞ്ചറാക്കി അവിടെ ഇടുകയും വിലങ്ങ് വെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ബസ് നിർത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ആനി വിളിച്ചു പറയുകയും ബസ് നിർത്തരുത്, സ്പീഡ് കുറഞ്ഞാൽ ഉടൻ ഇത് പൊട്ടിത്തെറിക്കുമെന്ന് ജാക്ക് വിളിച്ചു പറയുകയും
ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യും. അപ്പോഴേക്കും ഡ്രൈവറെ അവിടെ നിന്ന് മാറ്റി ആനി ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും സഹകരിച്ചേ പറ്റൂ, ഈ ബസ്സിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്, ആരെങ്കിലും പുറത്തു കടക്കാൻ ശ്രമിക്കുകയോ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് ജാക്ക് നേരെ ആനിയുടെ അടുത്തേക്ക് വന്ന് 50-ന് മുകളിൽ തന്നെ നിന്ന് വണ്ടി ഓടിക്കണമെന്നും ഒരു കാരണവശാലും വേഗത കുറയ്ക്കരുതെന്നും ഒക്കെ പറയുന്നു. അപ്പോഴേക്കും വാർത്തയിലൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. റോഡിലെ പല വണ്ടികളെയും ഇടിച്ചു തെറിപ്പിച്ച് അക്രമാസക്തമായി ഒരു ബസ് ഹൈവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഒരു പോലീസ് കാറിൽ നിന്ന് ആ ബസ്സിലേക്ക് ചാടി കയറിയിട്ടുണ്ടെന്നും ആ ബസ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും വാർത്തയിൽ വരുന്നത് കണ്ട് ചാടിക്കേറിയത് ജാക്കായിരിക്കുമല്ലേ എന്നൊക്കെ ബോംബർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ക്യാപ്റ്റനും പോലീസുകാരും ഒക്കെ ബസ്സിലുള്ളവരെ രക്ഷിക്കാൻ തയ്യാറാവുകയും നേരെ ബസ്സിനടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ജാക്ക് ഫോണിലൂടെ ഹാരിയോട് സംസാരിക്കുകയും ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എങ്ങനെയെങ്കിലും ആ ബോംബ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനും അത് ബസ്സിന്റെ അടിയിൽ എഞ്ചിന്റെ ഭാഗത്തായിട്ടായിരിക്കും മിക്കവാറും ഘടിപ്പിച്ചിരിക്കുന്നതെന്നും അവൻ പറയും. ഞാനൊന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ യാത്രക്കാരന്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം വണ്ടിയുടെ അടിയിലെ പാനൽ ഇളക്കി മാറ്റുകയും അതിനടിയിലേക്ക് കിടന്ന് നോക്കുമ്പോൾ കൃത്യമായി തന്നെ അവിടെ വെച്ചിരിക്കുന്ന ബോംബും ടൈമറായി അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാച്ചും അവൻ കാണുന്നു. ഇതോടെ അവൻ ചാടി എഴുന്നേറ്റ് ബസ് മൊത്തം തകർക്കാൻ പറ്റുന്ന C4 ഇതിന്റെ അടിയിൽ ഇരിപ്പുണ്ടെന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്നും അവൻ ചോദിക്കുമ്പോൾ അതിന്റെ ടൈമർ എങ്ങനെയുള്ളതാണെന്ന് ഹാരി ചോദിക്കുകയും പ്രത്യേകിച്ച് ടൈമർ ഒന്നുമില്ല, സ്വർണ്ണത്തിലുള്ള ഒരു റിസ്റ്റ് വാച്ചാണ് ടൈമറായി വെച്ചിരിക്കുന്നതെന്ന് അവൻ പറയുകയും ഇത് കേട്ട് അവൻ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഉടൻ ബസ് ഓടിക്കുന്ന ആനി ഇങ്ങോട്ടൊന്ന് നോക്കാൻ അവനോട് വിളിച്ചു പറയുകയും നോക്കുമ്പോൾ മുന്നിൽ മുഴുവൻ ബ്ലോക്ക് കാണുന്നതോടെ സർവീസ് റോഡിലേക്ക് കയറാൻ അവൻ പറയുകയും അങ്ങനെ വലത്ത് ചേർത്ത് പിടിച്ച് അവർ പാഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നതിനിടെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നതായി കാണുകയും അതൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ട് ബസ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഹൈവേയിൽ മുഴുവൻ വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നത് കണ്ട് എന്ത് ചെയ്യുമെന്ന് അവൾ വിളിച്ചു ചോദിക്കുകയും ടൗണിലേക്ക് കയറ്റാൻ അവൻ വിളിച്ചു പറയുകയും ഇതോടെ വെട്ടിച്ച് എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവൾ ടൗണിലേക്കുള്ള റോഡിലേക്ക് കയറി സൈഡിലുള്ളതെല്ലാം ഇടിച്ച് വണ്ടികളൊക്കെ ഇടിച്ച് തകർത്ത് ഒരു ലക്കൽ ലഗാനുമില്ലാതെ സിഗ്നലൊക്കെ കട്ട് ചെയ്ത് വന്ന അതേ സ്പീഡിൽ തന്നെ മറ്റൊരു റോഡിലേക്ക് കയറുകയും അതേ സ്പീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത റോഡിൽ കയറി പാഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്ന മാക്കിന്റെ കോൾ വരികയും നീ എന്താ ടൗണിലേക്ക് കയറിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്, ഇതിപ്പോ പണിയാവുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ അവൻ പറയുകയും അത് കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ ക്യാപ്റ്റൻ പറയുകയും പെട്ടെന്ന് അവരുടെ മുന്നിലൂടെ ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നതായി കാണുകയും തൊട്ടടുത്തെത്തി കഷ്ടിച്ച് അതിലിടിക്കാതെ രക്ഷപ്പെട്ടു പോകുമെങ്കിലും നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോവുകയും ഇതോടെ അവരുടെ എതിരെ വണ്ടികൾ വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. പറയെ ഹോൺ അടിച്ചുകൊണ്ട് വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും ആ റോഡിലൂടെ അവർ മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് നേരെ അവരുടെ റൂട്ടിലേക്ക് കയറിയ ശേഷം ജാക്ക് ക്യാപ്റ്റനോട് നമുക്ക് എങ്ങനെയെങ്കിലും ഹൈവേയിൽ കയറാനുള്ള വഴി പറഞ്ഞതാ, ഈ ടൗണിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ നേരെ പോയിട്ട് വലത്തേക്ക് തിരിഞ്ഞാൽ മതി, അവിടെ കുറച്ച് പോലീസുകാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ നിങ്ങളെ സഹായിക്കുമെന്നൊക്കെ ക്യാപ്റ്റൻ പറയുകയും ഇതോടെ അവർ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു പോകുന്നതിനിടെ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുന്ന ഒരു സ്ത്രീയുടെ വണ്ടി അവൾ ഇടിച്ച് തെറിപ്പിക്കുകയും അയ്യോ ഞാനൊരു കുഞ്ഞിനെ ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പേടിച്ച് നിലവിളിച്ച് കരയുകയും ജാക്ക് എങ്ങനെയെങ്കിലും സ്റ്റിയറിംഗ് കയ്യിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ തെറിച്ച് വീഴുന്ന ആ വണ്ടിയിൽ കുറച്ച് ക്യാനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ജാക്ക് കാണുകയും കുഴപ്പമൊന്നുമില്ല, അത് ഈ കുഞ്ഞില്ലായിരുന്നു എന്നൊക്കെ പറയുകയും അങ്ങനെ അവൾക്ക് സമാധാനമാവുകയും ചെയ്യുന്നു. അങ്ങനെ തിരക്ക് പിടിച്ച ആ റോഡിലൂടെ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ക്യാപ്റ്റൻ ഏർപ്പെടുത്തിയ പോലീസ് വണ്ടികൾ അവരുടെ ചുറ്റും വളയുകയും എന്നാൽ പെട്ടെന്ന് കുറച്ച് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുകയും അവരെ ഇടിക്കാതെ എങ്ങനെയെങ്കിലും വെട്ടിച്ച് തിരിച്ച് ഒരുവിധം മുന്നിലെ വണ്ടിയിലൊക്കെ ഇടിച്ച് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് അകമ്പടിയോടുകൂടി അവർ ആ ടൗണിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയാണെങ്കിൽ 50 മൈൽ സ്പീഡിന് മുകളിൽ പാഞ്ഞു പൊക്കൊണ്ടിരിക്കും. ഇവിടുന്ന് വലത്തോട്ട് കയറി ഹൈവേയിലേക്ക് പൊക്കോണമെന്ന് ക്യാപ്റ്റൻ വിളിച്ചു പറയുകയും അവർ നോക്കുമ്പോൾ അവിടെ നിന്ന് കുത്തനെയാണ് തിരിയേണ്ടതെന്ന് കണ്ട് ഇതേ സ്പീഡിൽ തിരിയുകയാണെങ്കിൽ ഇവിടെ മറിയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ആനി പറയുകയും ഇതോടെ ജാക്ക് യാത്രക്കാരോട് നിങ്ങൾ എല്ലാവരും ഇടതുവശത്തേക്ക് വന്നിരുന്ന് വണ്ടിക്ക് വെയിറ്റ് കൊടുക്കാൻ വിളിച്ചു പറയുകയും എല്ലാവരും ഇടത്തേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവർക്ക് തിരിയാൻ വേണ്ടി പോലീസുകാരെല്ലാം റോഡ് ക്ലിയർ ചെയ്യുകയും അവിടെ എത്തുന്നതോടെ ആനി ഫുൾ ശക്തിയും ഉപയോഗിച്ച് ആഞ്ഞ് വലത്തേക്ക് തിരിക്കുകയും തിരിയുന്ന ഫോഴ്സിൽ വണ്ടിയുടെ സൈഡ് പൊങ്ങുമെങ്കിലും ആളുകളെല്ലാം ആ സൈഡിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരുവിധം മറിയാതെ പിടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും വണ്ടി തിരിഞ്ഞ് ക്ലിയറായി നേരെ പോവുകയും ഇതോടെ എല്ലാവർക്കും ആശ്വാസമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ക്ലിയർ ആയ ഹൈവേയിലേക്ക് കയറി ഇപ്പോൾ സുഖമായി പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ക്യാപ്റ്റന്റെ ഹെലികോപ്റ്റർ നേരെ അവർ പോയ ഹൈവേയുടെ അടുത്തായിട്ട് ഇറങ്ങുന്നു. ശേഷം ക്യാപ്റ്റനും കൂട്ടരും ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുകയും ബസ്സിനോടൊപ്പം പോയി അവരെ സഹായിക്കാനുള്ള വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് അവർ അതിലേക്ക് കയറാൻ റെഡിയാവുന്നു. ഈ സമയം പോലീസ് എസ്കോർട്ടോടുകൂടി വണ്ടിയൊന്നുമില്ലാത്ത ആ ഹൈവേയിലൂടെ സുഖമായി ബസ് പൊക്കൊണ്ടിരിക്കുകയാണ്. പണിതീരാത്ത ഹൈവേ ആയതുകൊണ്ട് ഇവിടെ വണ്ടികളൊന്നുമില്ലാതെ സുഖമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ റിലാക്സ് ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഹാരി ആ ബോംബിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വാച്ചാണ് അവൻ ടൈമറായി ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പിടുത്തം ഇല്ലല്ലോ. എന്തായാലും അയാൾ ബോംബിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരുത്തനാണ്, നമ്മൾ ആ ബോംബ് എങ്ങനെയൊക്കെ ഡിഫ്യൂസ് ചെയ്യുമെന്ന് വരെ അവൻ അറിയാമെന്ന് പറയുമ്പോഴാണ് ഹാരിക്ക് ഒരു സംശയം തോന്നുന്നത്. ഇനിയൊരു പക്ഷേ അയാൾ പോലീസിലുള്ള ബോംബ് സ്ക്വാഡിലെ ആള് തന്നെയാണെങ്കിലോ. കഴിഞ്ഞ 10 വർഷത്തെ ഫയൽ ഉടൻ തന്നെ ചെക്ക് ചെയ്യാൻ അവൻ പറയുകയും അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയും ഓരോ ആളുകളുടെയും ഫയൽ ചെക്ക് ചെയ്യുകയും ചെയ്യും. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും അവർക്ക് ആളിനെ കിട്ടുന്നില്ല. ഉടൻ ഹാരി അവിടേക്ക് വന്ന് അവൻ സ്വർണ്ണ വാച്ചിലാണ് അത് ഘടിപ്പിച്ചത്, പോലീസിൽ നിന്ന് പെൻഷൻ ആവുമ്പോഴാണ് അത്തരം വാച്ച് കിട്ടുന്നത്, അതുകൊണ്ട് പെൻഷൻ ആയവരുടെ കാര്യം നോക്കാൻ അവൻ പറയുന്നു. അപ്പോഴേക്കും
ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ അടുത്തേക്ക് ക്യാപ്റ്റനും ടീമും ലോറിയിലെത്തുകയും യാത്രക്കാരെ നേരെ ബസ്സിൽ നിന്ന് ഇറക്കാമെന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ അത് നടക്കൂല, നമ്മൾ അവരെ ഇറക്കാൻ ശ്രമിച്ചാൽ ആ ഹെലികോപ്റ്ററിലെ ന്യൂസുകാർ വഴി അവൻ അറിയും, അത് വലിയ അപകടമാണെന്നൊക്കെ പറഞ്ഞ് അവൻ തിരിച്ചു കയറുമ്പോൾ ഇയാളുടെ രക്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയുകയും പെട്ടെന്ന് ബോംബർ ജാക്കിനെ വിളിക്കുകയും ചെയ്യുന്നു. നീ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ടിവിയിൽ കാണാൻ കഴിയുന്നത്, എങ്ങാനും എന്റെ പണം ശരിയാവുന്നതിന് മുമ്പ് അവരെ ഇറക്കാൻ ശ്രമിച്ചാലുള്ള കാര്യം അറിയാമല്ലോ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ആരെയും പുറത്തിറക്കത്തില്ല, പക്ഷേ ഈ ബസ്സിലെ ഒരാളിന് വെടി കൊണ്ടിട്ടുണ്ട്, അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചേ പറ്റൂ, അതിന് നീ സമ്മതിക്കണമെന്നൊക്കെ അവൻ പറയുമ്പോൾ അതിന് നീ എന്തിനാ അയാളെ വെടിവെച്ചെന്നൊക്കെ ചോദിക്കുകയും ഞാനല്ല, ഇതിനകത്ത് ചെറിയൊരു അബദ്ധം സംഭവിച്ച് വെടിപൊട്ടിയതാണെന്നൊക്കെ അവൻ പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ വെടികൊണ്ട ആളെ മാത്രം പുറത്തിറക്കിക്കൊള്ളാൻ അയാൾ അനുവാദം കൊടുക്കുകയും ശരി നമ്മൾ ഇയാളെ പുറത്തിറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ശേഷം സഹായത്തിന് ഒരാളെ അവിടെ നിന്ന് വിളിക്കുകയും അവർ പതിയെ ഡ്രൈവറിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നൈസിന് ഡോറിനടുത്തേക്ക് കൊണ്ടു നിർത്തുകയും ശേഷം അവർ ബസ്സും ലോറിയും തമ്മിൽ പറ്റുന്നത്ര അടുത്തേക്ക് അടുപ്പിച്ച് കൊണ്ട് ചേർത്ത് നിർത്തിയ ശേഷം പതിയെ ഡ്രൈവറിനെ ആ ട്രക്കിലേക്ക് സേഫ് ആയിട്ട് ഇറക്കുകയും എല്ലാം ഓക്കെ ആവുന്നതോടെ ആളുകൾക്ക് ആശ്വാസമാവുകയും ചെയ്യും. എന്നാൽ ഇത് കാണുന്ന ഒരു സ്ത്രീ എനിക്കും പോണമെന്ന് പറഞ്ഞ് ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുകയും പോവരുതെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ വിളിക്കുമെങ്കിലും അതൊന്നും കേൾക്കാതെ അവർ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഇക്കാര്യം ടിവിയിലൂടെ കാണുന്ന ബോംബർ ബസിന്റെ സ്റ്റെപ്പിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിക്കുകയും അവർ വണ്ടിയുടെ അടിയിലേക്ക് അങ്ങ് വീഴുകയും ചെയ്യും. ഇതോടെ അവർ മരണപ്പെട്ടിരിക്കുകയാണ്. അവർ മരിച്ചതിന്റെ വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നതിനിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനിയുടെ അടുത്തേക്ക് ജാക്ക് ചെന്ന് നീ വിഷമിക്കണ്ട, അവർ മരിച്ചത് അവരുടെ വിധിയാണ്, അതിന്റെ പേര് ദുഃഖിക്കുകയൊന്നും വേണ്ട, ഒരുപക്ഷെ അവര് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇതിനകത്തുള്ള നമ്മളെല്ലാരും മരിക്കേണ്ടി വന്നേനെ, നമ്മളെ കൂടി കൊടുക്കാൻ നോക്കിയതാണ് അവര്, അതുകൊണ്ട് അവരുടെ ആരും അങ്ങ് വിട്ടേക്കാനൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കും. ഇതിനിടെ ക്യാപ്റ്റൻ ജാക്കിനെ വിളിക്കുകയും ഈ പോകുന്ന വഴിയിൽ വലിയൊരു പ്രശ്നമുണ്ട്, മുമ്പിലുള്ള ഫ്ലൈ ഓവർ പണി തീർന്നിട്ടില്ല, അവിടെ വലിയൊരു വിടവുണ്ട്, എത്രയും പെട്ടെന്ന് ആളുകളെ പുറത്തെത്തിക്കണമെന്നൊക്കെ അയാൾ പറയുമ്പോൾ അതെന്തായാലും നടക്കില്ല, ആ വിടവിന് എത്ര ദൂരമുണ്ടെന്ന് അവൻ ചോദിക്കുകയും ക്യാപ്റ്റൻ അത് ട്രക്കിലുള്ളവരോട് ചോദിക്കുമ്പോൾ 50 അടിയാണെന്ന് അയാൾ വിളിച്ചു പറയുകയും ഇത് കേട്ട് അവൻ ഉള്ളിലേക്ക് കയറിയ ശേഷം ഈ പോകുന്ന റോഡിൽ ഫ്ലൈ ഓവറിൽ കുറച്ച് വിടവുണ്ട്, അവിടെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ നമുക്ക് ഒരു സാഹസം കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആനിയുടെ നേർക്ക് തിരിഞ്ഞ ശേഷം വണ്ടി ചവിട്ടി വിട്ടോളാൻ അവളോട് പറയും. ഇത് കേട്ട് അവൾ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് വണ്ടി മാക്സിമം സ്പീഡിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പേടിച്ച് വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോ ആ ഫ്ലൈ ഓവറിന്റെ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ വലിയ ഒരു വിടവാണ് ഉള്ളത്. ഇതോടെ പോലീസുകാരെല്ലാം അവരുടെ വണ്ടികൾ അവിടെ സ്റ്റോപ്പ് ആക്കുകയും അവരുടെ ബസ് ആ ഭാഗത്തേക്ക് പാഞ്ഞു കയറുകയും ചെയ്യും. ഫുള്ള് ത്രോട്ടിൽ കൊടുത്ത് 70 മൈൽ സ്പീഡിൽ കയറിയാണ് വണ്ടി പൊക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ കണക്കനുസരിച്ച് 115 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പൊക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നറിയാതെ ട്രക്കിലുള്ളവരെല്ലാം വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ബസ്സാണെങ്കിൽ ആ ഡെഡ് എൻഡിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ്. നേരെ തൊട്ടടുത്തെത്തുന്നതോടെ ജാക്ക് ആനിയെയും പിടിച്ച് കുനിഞ്ഞങ്ങിരിക്കുകയും വണ്ടി അതുവഴി ചാടി പറന്നു ചെന്ന് നേരെ അപ്പുറത്ത് വീണ് എല്ലാം തകർത്തുകൊണ്ട് 50-ന് മുകളിൽ തന്നെ നിന്ന് ഓടി അങ്ങ് പോവുകയും ഇതോടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷത്തോടെ ആഘോഷിച്ച് നിലവിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് എയർപോർട്ടിലേക്കുള്ള വഴി ജാക്ക് കാണുകയും ഇങ്ങോട്ട് ഇറങ്ങിക്കൊള്ളാൻ അവൻ വിളിച്ചു പറയുകയും ഇതോടെ അവർ ആ റോഡിലേക്ക് കയറി നേരെ ചെന്ന് ജാക്ക് പറഞ്ഞതുപോലെ അവിടുത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുചെന്ന് എല്ലാം ഇടിച്ചു തകർത്ത് ഉള്ളിലേക്ക് കയറുകയും നേരെ റൺവേയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ അവർ നേരെ വിമാനം വന്ന് ഇറങ്ങുന്ന റൺവേയിലേക്ക് കയറിയിരിക്കുകയാണ്. റൺവേയിൽ ബസ് ഇട്ട് കറക്കാനാണ് ജാക്ക് ഉദ്ദേശിക്കുന്നത്. അവർ എയർപോർട്ടിൽ കയറിയ കാര്യം പോലീസുകാർ അറിയുകയും അതെന്തായാലും നന്നായി, റൺവേയിലിട്ട് വട്ടം കറക്കിക്കൊണ്ടിരുന്നാൽ ആവശ്യത്തിന് സമയം കിട്ടും, അത് നിയന്ത്രിത മേഖലയായതുകൊണ്ട് ന്യൂസിന്റെ ഹെലികോപ്റ്ററുകൾക്ക് അവിടേക്ക് പറക്കാനും കഴിയില്ല, അതുകൊണ്ട് ആ ബോംബറിന് ഇനി എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാനും പറ്റത്തില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ജാക്കിന്റെ ഫോണിലേക്ക് ആ ബോംബർ വിളിക്കുകയും നീ ഭയങ്കര ബുദ്ധിമാൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ എയർപോർട്ടിലേക്ക് കൊണ്ട് കയറ്റിയല്ലേ, പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലടാ, എനിക്ക് എന്തായാലും പണം കിട്ടിയേ പറ്റൂ, അത് എത്രയും പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റനും കൂട്ടരും നേരെ അവരുടെ ബസിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടയിടാൻ ദയവ് ചെയ്ത് എന്നെ മാത്രം ഒന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്ന് അയാൾ പറയുകയും പുറത്തു പോയാൽ പണം തരുന്നവരുമായിട്ട് എനിക്ക് നേരിട്ട് സംസാരിച്ച് ഒരു ഡീൽ ഉണ്ടാക്കി എത്രയും വേഗം പൈസ ഒപ്പിക്കാൻ പറ്റുമെന്ന് അവൻ പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ പൊക്കോ, പക്ഷേ ഉടായ്പൊന്നും കാണിക്കരുത്, നീ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്നൊക്കെ അയാൾ പറയുകയും അങ്ങനെ കോൾ കട്ടാക്കിയ ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോവാണ്, ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ ശേഷം അവൻ നേരെ പോലീസുകാരുടെ കാറിലേക്ക് അങ്ങ് കയറുകയും അവരോടൊപ്പം പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ന്യൂസുകാരൊന്നും ഇല്ല, പെട്ടെന്ന് ബസ്സിൽ നിന്ന് ആളെ ഇറക്കാൻ നോക്കാമെന്ന് ക്യാപ്റ്റൻ പറയുമ്പോൾ അത് നടക്കില്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം ഇപ്പോഴും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ആളിനെ പുറത്തിറക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കാമെന്നൊക്കെ അവൻ പറയുന്നു. ഈ സമയം ബസ് റൺവേയിലിട്ട് റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എയർപോർട്ടിന് പുറത്ത് അവിടെ നടക്കുന്നതൊക്കെ ന്യൂസ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ജാക്കും കൂട്ടരും പുതിയ പ്ലാനുമായി ബസിന്റെ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ബസ്സിലുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടൻ ജാക്ക് ആ ചെറിയ ഉരുട്ട് വണ്ടിയിലേക്ക് ഇറങ്ങി തയ്യാറായി കിടക്കുകയും ഉടൻ ക്യാപ്റ്റൻ അവന്റെ കൊളുത്ത് അഴിച്ചു വിടുന്നതോടെ അവൻ നേരെ വള്ളി വലിഞ്ഞ് ആ ബസിന്റെ അടിയിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഓടുന്ന ബസിന്റെ അടിയിൽ ചെന്ന് ബോംബ് ഡിഫ്യൂസ് ചെയ്യാനാണ് അവൻ നോക്കുന്നത്. അങ്ങനെ നേരെ അവൻ ബസിന്റെ അടിയിലേക്ക്
ഉള്ളിലേക്ക് കയറുകയും യാത്രക്കാർ ഞെട്ടലോടെ ഈ കാഴ്ച കാണുകയും ചെയ്യുന്നു. ബോംബിന്റെ അടുത്ത് ചെന്ന ശേഷം അതിന്റെ ഘടനയും വയറുകളുമെല്ലാം അവൻ വയർലെസ്സിലൂടെ ഹാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യണമെന്ന് ഹാരി അവനോട് പറഞ്ഞു കൊടുക്കുകയും ഹാരി പറയുന്നത് പോലെയെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹാരി പറയുന്നത് പോലെയൊക്കെ ചെയ്തു നോക്കിയിട്ട് ആ ബോംബ് ഡിഫ്യൂസ് ആവുന്നില്ല. ഇതിനി എന്ത് ചെയ്യുമെന്നറിയാതെയൊക്കെ അവർ നിൽക്കുന്നതിനിടെ അവിടുത്തെ ഓഫീസർ പ്രതിയുടെ ഡീറ്റെയിൽസുമായിട്ട് അവിടേക്ക് വരികയും ഇയാളാണ് ആള്, 89-ൽ ബോംബ് സ്ക്വാഡിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണെന്നൊക്കെ പറയുകയും നമുക്ക് ആളിനെ കിട്ടി, ഉടനെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ തൂക്കി ഈ ബോംബ് ഡിഫ്യൂസ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയും ഇതോടെ ക്യാപ്റ്റനോട് വയർലെസ്സിലൂടെ എന്നെ ഇനി തിരിച്ച് വലിച്ചു കയറ്റാൻ പറയുകയും പെട്ടെന്ന് ഒരു സാധനം നേരെ വന്ന് അവന്റെ ഉന്തുവണ്ടിയിൽ ഇടിച്ച് അതിന്റെ നിയന്ത്രണം പോവുകയും പിടിവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി അവൻ ചാടി പിടിച്ച് ഒരു കമ്പിയിൽ തൂങ്ങി പുറകിലെ ടയറിന്റെ നേർക്ക് കിടക്കുകയും ആകെ അപകടത്തിൽ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ഉരുട്ടുവണ്ടിയുടെ വള്ളി പൊട്ടി അത് ഇളകി വരുന്നത് കണ്ട് അവൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടാങ്കിൽ കുത്തി വണ്ടിയിൽ തൂങ്ങി കിടക്കുകയും ഉരുട്ടുവണ്ടിയൊക്കെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ്. അയ്യോ, അവന്റെ ദേഹത്ത് വണ്ടി കയറിയെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ വിളിച്ചു പറയുന്നതോടെ യാത്രക്കാർ നേരെ ചെന്ന് പുറകിലെ ഓപ്പണിംഗ് തുറന്ന് നേരെ അടിയിലേക്ക് നോക്കുകയും അവൻ ഇവിടെ ഉണ്ട്, അവനൊരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി ഒരുവിധം കൈയിട്ട് അവനെ പിടിച്ച് തൂക്കി വലിച്ചെടുത്ത് വളരെ പാടുപെട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റുകയും ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹാരിയും കൂട്ടരും നേരെ ആ ബോംബറിന്റെ വീട്ടിലെത്തുകയും അവർ നേരെ ചെന്ന് ആ വീടിന്റെ എല്ലാ ഭാഗവും വളഞ്ഞ ശേഷം നൈസിന് പിറകിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. എന്നാൽ അവിടെ മുഴുവൻ തപ്പിയിട്ടും എങ്ങും അയാളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഹാരി നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു സംഭവം കത്തുകയാണ്. അവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആ വീട് മുഴുവനും പൊട്ടി അങ്ങ് തെറിക്കുന്നു. ഇതോടെ ഹാരി ഉൾപ്പെടെ അവരെല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഈ സമയം ബസ്സിലുള്ളവർ നോക്കുമ്പോൾ വണ്ടിയുടെ ഡീസൽ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡീസൽ ടാങ്ക് കുത്തിത്തുളച്ചാണ് മുകളിലേക്ക് കയറി വന്നതെന്നും അത് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അവൻ പറയുന്നു. ഉടൻ ജാക്കിന്റെ ഫോണിലേക്ക് ബോംബറിന്റെ കോൾ വരികയും നീ ആ വാച്ച് വെച്ച് എന്നെ കണ്ടുപിടിച്ചല്ലേ, നിന്റെ കൂട്ടുകാരനും ടീമും കൂടി എന്നെ പിടിക്കാൻ പോയി, പക്ഷെ അവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നിന്റെ കൂട്ടുകാരൻ ഹാരി ഉൾപ്പെടെ അങ്ങ് പരലോകത്തേക്ക് പോയിരിക്കുകയാണ്. പെൻഡിങ് സ്ക്വയറിന്റെ വടക്ക് ഭാഗത്ത് ഒരു വേസ്റ്റ് കുട്ടയുണ്ട്, എത്രയും വേഗം അതിലേക്ക് പണം കൊണ്ടുവന്നിടാൻ നിന്റെ ആളുകളോട് പറ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ അവസ്ഥയായിരിക്കും നിനക്കും പറ്റുന്നതെന്നൊക്കെ അയാൾ പറയുകയും അങ്ങനെ കോൾ കട്ടായ ശേഷം ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ ജാക്ക് അടിച്ച് ബഹളം വെച്ച് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ആനി അവനെ സമാധാനിപ്പിക്കുകയും നീ ഇപ്പൊ പ്രതീക്ഷ കൈവിട്ടാ പറ്റില്ല, എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് അവൻ ഒരുവിധം അടങ്ങുകയും ചെയ്യുന്നു. ആ ബോംബ് വെച്ച് നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെ അവന് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ജാക്ക് ആ വണ്ടി മൊത്തത്തിലൊന്ന് തപ്പി പരതി നോക്കുകയും ഇതിനിടെ ഫ്രണ്ടിലൊരു ഡിജിറ്റൽ ക്യാമറ ഇരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു. അതിലൂടെയാണ് എല്ലാം ബോംബർ കാണുന്നതെന്ന് മനസ്സിലാക്കി അവൻ കുറച്ചുനേരം ആലോചിച്ച ശേഷം വയർലെസ്സിലൂടെ ക്യാപ്റ്റനോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ ഓടി പുറത്തു നിൽക്കുന്ന ന്യൂസുകാരുടെ അടുത്തേക്ക് ചെല്ലുകയും ആ ബസ്സിൽ നിന്ന് ഒരു വീഡിയോ സിഗ്നൽ പോകുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ പറയുകയും അങ്ങനെ പണ്ടത്തെ ടെക്നോളജി വെച്ച് ന്യൂസുകാർ ആ സിഗ്നൽ പിടിച്ചെടുക്കുന്നതോടെ ബസ്സിലെ CCTV ക്യാമറ അവർക്ക് കാണാൻ കഴിയുന്നു. അപ്പോഴേക്കും ജാക്ക് ബസ്സിലുള്ളവരോട് നമ്മളൊരു ലൂപ്പ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, എല്ലാവരും മുന്നിലേക്ക് തന്നെ നോക്കി ക്ഷീണിച്ചിരിക്കുന്നത് പോലെ ഇരിക്കാൻ പറയുകയും അങ്ങനെ എല്ലാവരും റെഡിയായി അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇനി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് തന്നെ ലൂപ്പ് ചെയ്ത് വീണ്ടും വീണ്ടും കാണിച്ച് ആ സിഗ്നൽ വിടാൻ ക്യാപ്റ്റൻ പറയുകയും ഇതോടെ അവർ അങ്ങനെ തന്നെ നിൽക്കുന്ന വീഡിയോ വീണ്ടും വീണ്ടും ലൂപ്പ് ചെയ്ത് അവർ വിടുകയും ചെയ്യുന്നു. ഈ സമയം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ബോംബർ നോക്കുമ്പോൾ ബസ്സിലുള്ളവരെല്ലാം അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം ബസ്സിന്റെ ഡീസൽ തീരാറായിരിക്കുകയാണ്. അപ്പോഴേക്കും എയർപോർട്ടിലേക്ക് അടുത്ത ഒരു വണ്ടി കൊണ്ടുവന്ന് ആ ബസ്സിന്റെ ഒപ്പം പിടിക്കുകയും അതിൽ നിന്ന് ഒരു പലക വെച്ച് ആളുകളെ ഇറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അങ്ങനെ ബസ്സിൽ നിന്ന് ഓരോരുത്തരെയായി സേഫായി പുറത്തിറക്കുകയും ചെയ്യുന്നു. എന്നാൽ യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യമൊന്നും ബോംബർ അറിയുന്നില്ല. അയാൾക്ക് ഇപ്പോഴും ലൂപ്പ് ചെയ്ത വീഡിയോ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും അവസാനത്തവൻ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിന്റെ ടയർ അങ്ങ് പൊട്ടി നിയന്ത്രണം വിടുമെങ്കിലും അവൻ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ഉരുണ്ടു വലിഞ്ഞ് ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ ഇപ്പോഴും ടയർ പൊട്ടി നിയന്ത്രണമില്ലാതെ പോകുന്ന ആ ബസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ആനിയും ജാക്കും ഉള്ളത്. അവൻ ഉടൻ തന്നെ സ്റ്റിയറിംഗിലേക്ക് ചെന്ന് പിടിക്കുകയും നിയന്ത്രണമില്ലാതെ എല്ലാം ഇടിച്ചു തകർത്ത് പോകുന്ന ആ ബസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും ഒരുവിധം നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ശേഷം സ്റ്റിയറിംഗ് ഒരു വള്ളി ഉപയോഗിച്ച് നേരെ അവിടെ കെട്ടിവെക്കുകയും മറ്റൊരു വള്ളി ഉപയോഗിച്ച് വണ്ടിയുടെ ഫ്ലോർ ഡോറിലേക്ക് കെട്ടിയ ശേഷം അത് ഇളക്കി താഴേക്ക് ചരിച്ചങ്ങിടുന്നു. അപ്പോഴേക്കും ആനി ആക്സിലേറ്റർ ഒരു കമ്പി കൊണ്ട് കൊടുത്തു വെക്കുകയും ശേഷം എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്ന് പതിയെ അതിലേക്ക് കിടക്കുകയും ഇതോടെ അവനും അവളോടൊപ്പം അതിലേക്ക് കിടന്ന ശേഷം അതിന്റെ വള്ളി ഊരിയങ്ങ് വിടുന്നതോടെ അവർ ബസ്സിൽ നിന്ന് നേരെ നിരങ്ങി പുറത്തേക്ക് പോവുകയും ഉരുണ്ട് തെന്നി കറങ്ങി എല്ലാം ഇടിച്ച് തകർത്തുകൊണ്ട് മുന്നോട്ട് പോയി സേഫായി ഒരിടത്തങ്ങ് നിൽക്കുന്നു. അപ്പോഴേക്കും ആളില്ലാതെ ആക്സിലേറ്റർ കൂടി നേരെ പോകുന്ന ആ ബസ് നിയന്ത്രണമില്ലാതെ പാഞ്ഞു ചെന്ന് അതുവഴി ക്രോസ് ചെയ്ത ആളില്ലാത്ത ഒരു കൊറിയർ വിമാനത്തിന്റെ നേർക്ക് ചെല്ലുകയും പാഞ്ഞ് അതിലേക്ക് ചെന്ന് ഇടിച്ച് മൊത്തത്തിൽ പൊട്ടിയങ്ങ് തെറിക്കുകയും ചെയ്യുന്നു. വലിയ ഒരു സ്ഫോടനം അവിടെ നടക്കുന്നത് രക്ഷപ്പെട്ട എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. വിമാനം കൊണ്ടുപോയവൻ പൊട്ടിത്തെറി കണ്ട് പേടിച്ച്
അവിടെ നിന്ന് ഇറങ്ങി ഓടും. ഇനി പേടിക്കണ്ട, എല്ലാം കഴിഞ്ഞു, ഒരു കുഴപ്പവുമില്ലെന്നൊക്കെ ജാക്ക് പറയുകയും അങ്ങനെ ആനിക്ക് ആശ്വാസമായി നിൽക്കുന്നതിനിടെ ക്യാപ്റ്റനും കൂട്ടരും അവിടേക്ക് വന്ന് അങ്ങനെ വലിയൊരു മിഷൻ നമ്മൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്ക് മരുന്നൊക്കെ വെച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നതിനിടെ ഒരുത്തൻ അവിടേക്ക് ഓടി വന്ന് ബോംബർ വിളിച്ചിട്ട് പണം എപ്പോ കിട്ടുമെന്ന് ചോദിക്കുന്നു എന്ന് പറയുകയും ക്യാപ്റ്റൻ ഫോൺ മേടിച്ച് തെറി വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് അവനെ പിടികൂടാൻ പറ്റിയ ചാൻസ് ആണെന്നും പണം തരാമെന്ന് പറയാനും ജാക്ക് പറയുകയും 30 മിനിറ്റിനുള്ളിൽ തരാമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞ ശേഷം പോലീസുകാരെല്ലാം വന്ന് പണം കൊണ്ടിടാമെന്ന് പറഞ്ഞ ആ ഏരിയ മൊത്തം വളയുന്നു. അങ്ങനെ ക്യാപ്റ്റനും ജാക്കുമൊക്കെ ഉൾപ്പെടെ എല്ലാവരും അവനെ പിടികൂടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ പറഞ്ഞുവിട്ട വണ്ടി ആ ബോക്സിന്റെ അടുത്തേക്ക് ചെല്ലുകയും അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി പണമടങ്ങുന്ന കെട്ടുകൾ അതിലേക്ക് ഇട്ട ശേഷം അവിടെ നിന്ന് പോകുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ബോംബർ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അയാൾ ചുറ്റും നോക്കുമ്പോൾ പണമെടുക്കാൻ വരുന്നതും കാത്ത് സ്നൈപ്പറൊക്കെ കൊണ്ട് പോലീസുകാർ പല ബിൽഡിങ്ങുകളിലും നിൽക്കുകയാണ്. ഞാൻ അവിടെ വന്ന് ആ പണം എടുക്കുമെന്ന് നീയൊക്കെ വിചാരിച്ചെങ്കിൽ നിനക്കൊക്കെ തെറ്റിയെന്ന് പറഞ്ഞ് അയാൾ നേരെ ചെന്ന് വെറുതെ സ്ക്രീനിലേക്കൊന്ന് നോക്കുമ്പോൾ ആ വീഡിയോയിൽ എന്തോ പന്തികേട് തോന്നുകയും അതിലൊരാളുടെ കൈ ഇടയ്ക്കിടെ മാറുന്നതായി കണ്ട് ലൂപ്പ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പോലീസുകാരെല്ലാം കാത്തുനിന്ന് കുറെ നേരം കഴിഞ്ഞിട്ടും ആരും പണം എടുക്കാൻ വരുന്നില്ല. ഇതെന്താ അവൻ വരാൻ ഇത്രയും നേരം വൈകുന്നേ? എന്തോ പ്രശ്നമുണ്ട്. ആ പണത്തിൽ വെച്ചിരിക്കുന്ന ട്രാക്കർ ഓണാക്കാൻ അവർ പറയുകയും ഓണാക്കി നോക്കുമ്പോൾ വേസ്റ്റ് കുട്ടയിലുള്ള ആ ബാഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി കണ്ട് അപ്പോൾ തന്നെ ജാക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും നേരെ ചെന്ന് ആ ബാസ്ക്കറ്റ് മാറ്റി നോക്കുമ്പോൾ അതിന്റെ അടിയിലൂടെ അവൻ പണം കൊണ്ടുപോയതായി മനസ്സിലാവുകയും ഇതോടെ അതിലൂടെ താഴേക്ക് ഇറങ്ങിയ ശേഷം ജാക്ക് മുന്നോട്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പോകുന്നതിനിടെ ഒരിടത്ത് വെച്ച് ആരോ നടക്കുന്നതായി കണ്ട് അനങ്ങി പോകരുതെന്നും ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാനിത് പൊട്ടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ നോക്കുമ്പോൾ ദേഹം മുഴുവൻ ബോംബുമായി ആനിയാണ് അവിടെ നിൽക്കുന്നത്. ഇത് കണ്ട് അവന്റെ കിളി പോയി നിൽക്കുമ്പോഴേക്കും അയാൾ പോലീസിന്റെ വേഷവും ഇട്ട് റിമോട്ടുമായി അവിടേക്ക് കയറി വരികയും നീ അനങ്ങിയാൽ ഇതെല്ലാം ഞാൻ പൊട്ടിക്കുമെന്നും ആ പണം മുഴുവൻ ഈ ചാക്കിലേക്ക് ആക്കാനും അയാൾ പറയുകയും മര്യാദയ്ക്ക് അവളെ വിട്, നിനക്ക് വേണ്ട പൈസയും കൊണ്ട് നീ പൊക്കോ എന്നൊക്കെ ജാക്ക് പറയുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവള് വേണം, അതിനുശേഷം ഇവളെ വിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അയാൾ പറയുകയും ശേഷം പണച്ചാക്കം മേടിച്ച് അവളെയും കൊണ്ട് അയാൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ജാക്കിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. അങ്ങനെ അയാൾ അവളെയും കൊണ്ട് നേരെ അവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് ചെല്ലുകയും ആളുകളെല്ലാം അവിടെ നിന്ന് ഓടിച്ച് മെട്രോ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം വണ്ടി എടുക്കാൻ ഡ്രൈവറിനോട് പറയുകയും ഒരാൾ പോലും ഇല്ലാതെ എല്ലാവരെയും ട്രെയിനിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യും. ശേഷം അവളെ അവിടുത്തെ ഒരു കമ്പിയിലേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് ജാക്ക് ആ സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയും നേരെ ഇറങ്ങി ആ ട്രെയിനിന്റെ അടുത്തെത്തുമ്പോൾ അത് മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ഒരു ഡോറിലേക്ക് ചെന്ന് അറ്റത്ത് കയറി നിന്ന് സർവ്വശക്തിയും എടുത്ത് ഒരുവിധം വലിച്ച് ആ ഡോർ തുറക്കാൻ ശ്രമിക്കുകയും എങ്ങനെയെങ്കിലും ആ ഭിത്തി എത്തുന്നതിന് മുമ്പ് അവൻ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. ജാക്ക് ആരും അറിയാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ ബോംബർ നോക്കുമ്പോൾ ഡ്രൈവർ കൺട്രോൾ റൂമിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണുകയും അയാൾ അപ്പൊ തന്നെ തോക്കെടുത്ത് ആ ഡ്രൈവറിനെ വെടിവെച്ചങ്ങ് പുകയ്ക്കുകയും ചെയ്യുന്നു. ഇതോടെ അയാൾ മരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ജാക്കിന് കാണാൻ കഴിയുന്നുണ്ട്. ശേഷം അയാൾ ആനിയുടെ നേർക്ക് തിരിയുകയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഞാൻ നിന്നെ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ എന്നെ പറ്റി അറിയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കൂലേ, അതുകൊണ്ട് നിന്നെ തീർത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജാക്കാണെങ്കിൽ ട്രെയിനിന്റെ മുകളിലൂടെ കയറി എങ്ങനെയെങ്കിലും ബോംബറിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയും എന്നാൽ മുകളിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അയാൾ അപ്പോൾ തന്നെ തോക്കെടുത്ത് മുകളിലേക്ക് പറപറെ വെടിവെക്കാൻ തുടങ്ങുകയും ഇതോടെ എങ്ങനെയെങ്കിലും വെടികൊള്ളാതെ ഉരുണ്ടു മാറുന്നതിനിടെ ജാക്കിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ച് താഴേക്ക് അങ്ങ് പോകുന്നു. ട്രെയിനാണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തോക്കിന്റെ ഉണ്ട തീരുന്ന അയാൾ അവനെ തേടി നേരെ ചെല്ലുകയും അല്പസമയത്തിനുള്ളിൽ ട്രെയിനിന്റെ മുകളിലൂടെ അയാൾ ജാക്കിന്റെ അടുത്തേക്ക് വന്ന് അവനെ പട്ടപട്ടെ അടിക്കാൻ ശ്രമിക്കുകയും ശേഷം അവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് അവനെ താഴെയിട്ട് ഇടിച്ച് പഞ്ചറാക്കുകയും നിന്നെ ഞാൻ കൊന്നിട്ടേ അടങ്ങത്തുള്ളടാന്നൊക്കെ പറഞ്ഞ് അവനെ അടിച്ച് ദേഷ്യം പിടിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മുകളിലൂടെ ഒരു സിഗ്നൽ ലൈറ്റ് അവരുടെ അടുത്തേക്ക് വരികയും ഇത് കാണുന്ന ജാക്ക് അയാളുടെ തല പിടിച്ച് മുകളിലേക്ക് തള്ളി വെക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആ ലൈറ്റ് അടുത്തെത്തുകയും അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തല ഇടിച്ച് ചെതറി അയാൾ നേരെ താഴേക്ക് അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ജാക്ക് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറി ആനിയുടെ അടുത്തേക്ക് വരികയും അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തലയില്ലാതെ അവിടെ എവിടെയോ ചത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് അവൻ ബോംബിന്റെ സർക്യൂട്ട് ഊരിവിടുകയും അത് ഓഫ് ആവുന്നതോടെ വളരെ സന്തോഷത്തിൽ ആ ബോംബ് മുഴുവൻ അവർ ഊരി മാറ്റുകയും ചെയ്യും. എന്നാൽ ട്രെയിൻ ഇപ്പോ ഡ്രൈവർ ഒന്നുമില്ലാതെ നേരെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോക്കൊന്ന് അഴിക്കാമോ എന്ന് ആനി ചോദിക്കുമ്പോൾ അതിന് താക്കോലിന്റെ കയ്യിലില്ലല്ലോ എന്ന് അവൻ പറയുകയും ഇതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ കുറച്ചുനേരം കൺഫ്യൂഷനിൽ നിൽക്കുകയും എങ്ങനെയെങ്കിലും ആ കമ്പി ഇളക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ ശ്രമിച്ചു നോക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ജാക്ക് അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവർ മെട്രോയുടെ എൻഡിലേക്ക് എത്താറായെന്ന് മനസ്സിലാവുകയും ജാക്ക് നേരെ ക്യാബിനിലേക്ക് ചെന്ന് എമർജൻസി ബ്രേക്ക് ഇട്ടൊക്കെ നിർത്താൻ നോക്കുമെങ്കിലും എല്ലാം കംപ്ലൈന്റ് ആയിരിക്കുകയാണ്. ഇതോടെ അവന് ആകെ ഭ്രാന്ത് പിടിക്കുകയും നമുക്ക് ഈ ട്രെയിൻ നിർത്താൻ ഇനി ഒരു വഴിയുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവൾ ആകെ വിഷമിക്കുകയും തളർന്ന് അവിടെ അങ്ങ് ഇരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കി ജാക്കും അവളുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നു. അപ്പോഴേക്കും ട്രെയിൻ പാഞ്ഞ് നേരെ ആ ഡെഡ് എൻഡിലേക്ക്
പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പണിക്കാരെ നോക്കുമ്പോൾ അങ്ങോട്ട് ട്രെയിൻ വരുന്നത് കണ്ട് എല്ലാവരും ഓടി മാറുകയും പണി തീരാത്ത ആ ഭാഗത്തേക്ക് ട്രെയിൻ പാഞ്ഞു കയറി പാളമൊക്കെ തെറ്റി എല്ലാം പല വഴിക്ക് ചിതറി പല ബോഗികളും നിരങ്ങി പലയിടത്തും ഇടിച്ച് തകർന്ന് ചന്ന ഭിന്ന ആവുകയും ജാക്കും ആനയും ഇരിക്കുന്ന ബോഗി എങ്ങും ഇടിക്കാതെ നേരെ മുന്നിലേക്ക് പോയി മുകളിലേക്ക് കയറി ചെന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന മെട്രോ സ്റ്റേഷന്റെ ബോർഡെല്ലാം ഇടിച്ച് തകർത്ത് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വരികയും റോഡിലേക്ക് വന്ന് മറിഞ്ഞങ്ങ് വീണ് നിരങ്ങി ചെന്ന് നടുറോഡിന്റെ സെന്ററിലായി ഒരു വാനിൽ തട്ടി അങ്ങ് നിൽക്കുന്നു. ആളുകളെല്ലാം ഓടിച്ചെന്ന് അത്ഭുതത്തോടെ ആ ട്രെയിനിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേർ കെട്ടിപ്പിടിച്ച് അതിനുള്ളിൽ ഒന്നും പറ്റാതെ കിടക്കുകയാണ്. തങ്ങൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ് അവർക്ക് വലിയ സന്തോഷമാവുകയും അവർ അവിടെ വെച്ച് ഉമ്മ വെച്ച് ഒന്നിക്കുകയും ചെയ്യുന്നതെല്ലാം പുറത്തു നിൽക്കുന്ന ആളുകൾ കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെടുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 1994 $30 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നത്തെ $350 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.